എങ്ങനെയുണ്ട് ബോണ്ട എങ്ങനെയുണ്ട് കഴിച്ച് നോക്കിയപ്പോൾ? അടിപൊളിയായിട്ടുണ്ടോ? ഹായ്, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് 100 മസാല ബോണ്ടൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ് തരിക. നൂറ് മസാല ബോണ്ടക്ക് ഞാനെടുത്തിരിക്കുന്നത് 4 കിലോ ഉരുളക്കിഴങ്ങും 1.5 കിലോ സവോളയും 1/2 കിലോ ക്യാരറ്റും 1/2 കിലോ ബീട്രൂട്ടും 100 പച്ചമുളകും 100 ഇഞ്ചിയും പാകത്തിന് മല്ലി കറുവേപ്പിലയും പിന്നെ 100 ഗ്രാം വെളുത്തുള്ളിയും. ബീട്രൂട്ടും ക്യാരറ്റും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് 1 കിലോനായിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ 1 കിലോ ഉരുളക്കിഴങ്ങ് എടുക്കുക, 1/4 കിലോ സവോള എടുക്കുക, 100 ഗ്രാം ബീട്രൂട്ടും 100 ഗ്രാം ക്യാരറ്റും എടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറുവേപ്പില, മല്ലി ഇതൊക്കെ ആവശ്യത്തിന് എടുക്കുക. പച്ചമുളകും മല്ലിയും കറുവേപ്പിലയും നല്ല ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. അടുപ്പൊന്ന് ആദ്യം കത്തിച്ചു വിടുക. നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കെടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വിടാം, മുഴുവനായിട്ടും ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ലേശം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. 100 മസാല ബോണ്ടക്ക് ഞാൻ എടുക്കുന്നത് 1.5 കിലോ കടലമാവാണ്, ഒരു 1/4 കിലോ അരിപ്പൊടി. അരിപ്പൊടി നൈസ് അരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. ഒരു 1/4 കിലോ മൈദ മാവ്. നിങ്ങൾ വീട്ടിലേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ 1 കിലോ കടലമാവിന് 100 മൈദ 100 അരിപ്പൊടി ഈ ലെവലെടുത്താൽ മതി. 1 സ്പൂണ് അപ്പക്കാരം, പാകത്തിന് ഉപ്പ്, കളറിന് വേണ്ടി 2 സ്പൂണ് മുളക് പൊടി. ഇനി ഇത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മാവ് അധികം കട്ടിയുമല്ല ലൂസും അല്ലാത്ത പോലെ മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മിക്സിങ്ങിലേക്ക് ഒന്ന് നോക്കാം. പിന്നെ മിക്സിങ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആദ്യം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കും കുറച്ച്. നമുക്ക് ഉള്ളി ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കാം. കറുവേപ്പില മല്ലി അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തത് ഇഞ്ചി പേസ്റ്റാക്കിയതും വെളുത്തുള്ളി പേസ്റ്റാക്കിയതും മിക്സിംഗ് ആണ്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 50 ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഈ മിക്സിങ്ങിലേക്ക് ഒന്ന് കൊട്ടിവിടാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ബീട്രൂട്ടും ക്യാരറ്റും വേവിച്ചെടുത്താണ്, അത് നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവിച്ചെടുത്ത ക്യാരറ്റിലും ബീട്രൂട്ടിലും വെള്ളം തീരെ പാടില്ല കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷം വെള്ളം നല്ലോണം കളയണം. നല്ലപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും
സവോളയും ഒക്കെ പാടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ രൂപത്തിലെടുക്കണം. നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബോൾ വലുതാക്കാം കേട്ടോ. അല്ലെങ്കിൽ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ.